സ്വന്തം അവനവൻ തന്നെ പ്രദക്ഷിണം വെക്കുക. അവനവൻ തന്നെ പ്രദക്ഷിണം വെക്കുമ്പോൾ ലോകത്തിന് സ്ഥിരം പ്രദക്ഷിണം വെക്കുന്നതിന് തുല്യമായി. നമ്മൾ ഈ ലോകത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിന് തുല്യമാണ് എന്ത്? നമ്മൾ തന്നെ. ഇതിന്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ആത്മപ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ പ്രഷർ കുറയും, ബ്ലഡ് പ്രഷർ ഉണ്ടാവില്ല. നമ്മളെ തന്നെ നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന സാധനം. മാഗ്നറ്റ് നമ്മൾ നല്ലോണം കറക്കുമ്പോൾ ഇലക്ട്രിക് ഇൻഡ്യൂഷൻ ഉണ്ടാവും, നമ്മുടെ ഓറ നല്ലപോലെ കൂടും. ഓക്കെ, അത് കൂട്ടിയെടുക്കാൻ നല്ലതാണ്. നമ്മൾ ഈ ബോട്ടിലൊക്കെ സാധനം ഉണ്ടായിട്ട് കുലുക്കില്ലേ, നമ്മുടെ ശരീരത്തിന് ആകെ ഒന്ന് കുലുക്കുന്നതിന് തന്നെയാണ് ഒരു പ്രദക്ഷിണം, ആത്മപ്രദക്ഷിണം. അപ്പൊ ആത്മപ്രദക്ഷിണം വറുത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുഖം, നല്ല സുഖം. ഓക്കെ, കാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച, ജന്മജന്മാന്തരങ്ങളായിട്ട് എനിക്ക് കിട്ടുന്ന എല്ലാ പാപങ്ങളും താനി വിനശ്യന്തി, ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവും. എന്ത് പാപം ചെയ്തു, എന്തുകൊണ്ട് പാപം ചെയ്ത് കൂട്ടണം എന്നല്ല പറയണം കേട്ടോ. ഹൃദയ പാപങ്ങളൊക്കെ എന്നാ ഒരാളെ കൊന്നിട്ട് 4 പ്രദക്ഷിണം വെച്ച പാപം തീരുവെന്ന്. അപ്പൊ എന്തെങ്കിലും അറിയാതെ നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ട് താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ. അങ്ങനെ ആത്മപ്രദക്ഷിണം ചെയ്യണമെന്നാണ്. അപ്പൊ ഏത് പൂജ ചെയ്തു കഴിഞ്ഞാലും ഏത് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാലും ഒട്ടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആത്മപ്രദക്ഷിണം. അത് ചെയ്തേ തീരുമെന്ന് പറയാം. ഇന്ന് തിരുവേണി വിളക്ക് കത്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സാധാരണഗതിയിൽ വിളക്ക് കത്തിക്കുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും കൂടി കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തിരുവേണി തന്നെ കത്തിക്കുന്ന, പല സ്ഥലത്തും പോയിട്ട് കത്തിക്കാൻ പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കുക ചെയ്യും. തിരി കൊളുത്തരുത്, കത്തിക്കാന്ന് പറയുന്നത് കൊളുത്തരുത്. ഈ തിരി കൊളുത്തുന്ന സമയത്ത് ഒരാൾ തന്നെ ചെയ്യുന്നത്, അവനവന്റെ പ്രാണനാണ് തിരിയിലേക്ക് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അത് കത്തിക്കുക എന്നുള്ളൊരു സ്വഭാവം. ആ കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, തിരി നമ്മൾ കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രകാശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ എനർജി കിട്ടണം. ആ എനർജി കിട്ടുന്നത് ഇതിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് നമ്മളതാക്കി ചേർക്കണം. അങ്ങനെ ആക്കി ചേർക്കണമെങ്കിൽ ഇതിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം. അങ്ങനെ ചിലപ്പോൾ പൂജാമുറിയിൽ കത്തിച്ചു വെച്ചാൽ ചുറ്റും പ്രദക്ഷിണം വെക്കാൻ പറ്റാത്തപ്പോഴാണ് ആത്മപ്രദക്ഷിണം നടത്തുന്നത്. ചെറിയൊരു പുസ്തകമുണ്ട്, ഈ നിത്യശ്ലോകങ്ങളുണ്ട്, അതിനകത്ത് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഭാഗങ്ങളായിട്ട്. അപ്പൊ നന്ദി, നമസ്കാരം. പ്രകാശനത്തിന് ശ്രീ ചന്ദ്രഭാൻ അതിരുദ്ര മഹാരാജസ്മൃതി കല്യാണം അധ്യക്ഷനാണ്. പ്രിയമുള്ളവര്, കുറച്ച് സമയം ഇവിടെ പല ആൾക്കാരോട് സംസാരിച്ചു. നമ്മുടെ യാഗത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം കഴിഞ്ഞു, തന്ത്രി ഭദ്രദീപം കൊളുത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഭക്ഷണ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു ഗ്രാമം കണ്ണാടിപ്പറമ്പ് ലോകത്തിൽ തന്നെ വിശ്വത്തോളം ഉയർന്നു നിൽക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മുടെ ഈ നാട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ജനങ്ങളും അറിയപ്പെടുവാൻ പോവുകയാണ്. 2012 നവംബർ 1 മുതൽ 11 വരെയുള്ള നടക്കുന്ന അതിരുദ്ര മഹായജ്ഞം ഈ പ്രദേശത്ത് വിശ്വത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഇവിടെ ഒഴുകി എത്തിച്ചേരും. അതിനുള്ള ഒരു തുടക്കം കുറിക്കലാണ് ഇന്നത്തെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിൽ കൂടെ ഇവിടെ നടന്നിരിക്കുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ജനങ്ങൾ ഇവിടെ എത്തണം. അതിനുവേണ്ടിയുള്ള ഒരു എളിയ പരിശ്രമമാണ് ഈ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം. അത് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ശ്രീ കെ സുധാകരൻ MP ആണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ ഈ പരിപാടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തിലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന കീഴടം രാമൻ നമ്പൂതിരിപ്പാട് നമ്മുടെ യജ്ഞാചാര്യനാണ്, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വളരെ തത്വചിന്താപരമായ സുദീർഘമായ നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെച്ച ശ്രീ TP ശശികുമാർ, അദ്ദേഹത്തിനും നന്ദി അതിരുദ്ര മഹായജ്ഞത്തിന്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും, അതുപോലെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ശ്രീജിത്ത്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ PV ദാമോദരൻ തുടങ്ങിയ വിശിഷ്ട അതിഥികളായി വന്ന എല്ലാവർക്കും, അതുപോലെ ഈ വേദിയെ ധന്യമാക്കി തീർത്ത മുഴുവൻ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.